പോലീസ് ആ പ്രതിയെ കയ്യോടെ പിടികൂടി. എന്നിട്ട് വിശദമായിട്ടൊന്ന് ചോദ്യം ചെയ്യുകയാണ്. പോലീസ് അവനോട് ചോദിച്ചിടാ, സത്യം നീ പറയണം, നീ എന്തിനാണ് ആ പാവ സ്ത്രീ ഇങ്ങനെ കൊന്നത്? അവൻ തല പറഞ്ഞോട് പറയാം, സാറേ അവൾ അത്രയ്ക്ക് പഴയ സാറേ, അവൾ സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചവളാ. എടാ 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 വർണ്ണം വെച്ച് തന്നുണ്ടല്ലോ, എടാ അത് വല്ലവൻ്റെ ഭാര്യയല്ലേ, നിൻ്റെ ഭാര്യയാണോ? അതാ ഭർത്താവ് നോക്കത്തില്ലേ, നീ എന്തിനാണ് ഈ പണി ചെയ്തത്? സാറേ എനിക്ക് അത്ര സഹിക്കാൻ പറ്റിയില്ല, ഞാൻ അങ്ങ് കൊന്നു. ഒരു പ്രതിയുടെ ഏറ്റുപറച്ചിൽ നിങ്ങൾ കേട്ടത്. ആരാണ് ഈ ഭർത്താവിനെ സഹായിച്ച മഹാമനസ്കൻ അല്ലേ? ഇടുക്കി ശാന്തമ്പാറ ഞെട്ടിച്ച ആ സംഭവത്തിൻ്റെ പിന്നാമ്പുറ കഥയാണ് ഇന്ന് പറയുന്നത്. ശാന്ത എന്ന് പറയുന്ന 36-കാരി വീട്ടിനുള്ളിൽ മരിച്ചു കിടക്കുകയാണ്. ഒരു ബന്ധുവാണ് ഈ കാഴ്ച ആദ്യം കാണുന്നത്. അയാൾ ഈ ശാന്തയുടെ ഭർത്താവിനെ തിരക്കി ആ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോഴാണ് ഈ ദുരന്ത കാഴ്ച കാണുന്നത്. അയാൾ കുറച്ച് നേരം തട്ടിയൊക്കെ വിളിച്ച് ശാന്തഎന്നൊക്കെ വിളിച്ചിട്ടും ആവിയില്ല, അനക്കവുമില്ല. അയാൾ പെട്ടെന്ന് പേടിച്ച് കുറച്ച് വെളിയിലേക്ക് ഇറങ്ങി. ശാന്തയുടെ ഭർത്താവിനെ വിളിക്കുന്ന ജോലിയാണ് പിന്നീട് അയാൾ ചെയ്തത്. ശാന്തയുടെ ഭർത്താവായ ജഗമോഹൻ ഒരു ബസ് ഡ്രൈവറാണ്. അയാൾ ജോലിക്ക് പോയിരിക്കുകയാണ്. അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. അയാൾ നെഞ്ചത്തടിച്ചുകൊണ്ട് ആ വീട്ടിലേക്ക് ഓടി കയറുകയാണ്. രാവിലെ സന്തോഷത്തോടെ ഭാര്യയും ഭർത്താവും അവിടെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ രണ്ടു വഴിക്ക് പിരിഞ്ഞതാണ്. ഇവർക്ക് മക്കളൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഈ ഭാര്യയും ഭർത്താവും ഭയങ്കര സ്നേഹത്തിലാണ്. മക്കളില്ലെങ്കിൽ അറിയാലോ, സ്നേഹം കൂടും. അങ്ങനെ ജീവൻ്റെ ജീവനായിരുന്നു ഈ ജഗമോഹന് ആരോട്? ഈ ശാന്തയോട്. എന്തായാലും അവരുടെ നിലവിളിയെല്ലാം കേട്ടുകൊണ്ട് നാട്ടുകാരെല്ലാം കൂടി ആ വീട്ടിലേക്ക് ഓടിക്കൂടി. ഈ ശാന്തയ്ക്ക് ഒരു കുഴപ്പമുണ്ട്, ജീവിതശൈലി രോഗമുണ്ട്. അറിയാലോ, ഇന്നത്തെ കാലത്ത് ഈ ജീവിതശൈലി രോഗത്തെ പേടിച്ചേ പറ്റത്തുള്ളൂ. പ്രാച്ചാറും ചുവറും ഒക്കെ ഇങ്ങനെ പുറകെ നടക്കുകയാണ്. നിപ്പില്ല. ഫേസ്ബുക്ക് തുറക്കാനേ ഒക്കത്തില്ല. ഫേസ്ബുക്ക് തുറന്ന് നമ്മൾ അറിയുന്ന ഒരാളുടെ മുഖം എന്തായാലും അന്നത്തെ ദിവസം കാണും. അന്നത്തെ ദിവസം ആ പോയി. അതാണ് പ്രഷറിൻ്റെയും ഈ സാമാനത്തിൻ്റെയും ഒരു പ്രത്യേകത. എന്തായാലും ജീവിതശൈലി രോഗം നമ്മുടെ ശാന്തയെ കൊണ്ടുപോയി. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ എന്തായാലും ഇവർ ആശുപത്രിയിൽ എത്തിച്ചു. ആശുപത്രിക്കാർ പറഞ്ഞു, മരിച്ചിട്ട് കുറേ സമയമായി, എന്തായാലും ആശുപത്രി കൊണ്ടുവന്നതല്ലേ, പോസ്റ്റ്മോർട്ടം ചെയ്തേ പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഈ ജഗമോഹൻ്റെ കാര്യത്തിൽ വലിയ വിഷമമാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, മക്കൾ പോലും ഇല്ലാത്തവർ ഭയങ്കര സ്നേഹത്തിൽ കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ ഈ ജഗൻ ഈ വീട്ടിൽ ഒറ്റയ്ക്കാണ്. ഒന്ന് സംസാരിക്കാനും വന്നിട്ട് ഒരു തുള്ളി വെള്ളം കൊടുക്കാനും ഒരു ചായ ഇട്ട് കൊടുക്കാനൊന്നും ഇനി ഈ വീട്ടിൽ ആരുമില്ല. എല്ലാവർക്കും ഈ ജഗൻ്റെ കാര്യത്തിൽ വലിയ വിഷമമാണ്. അങ്ങനെ ഈ ബോഡി നേരെ പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കാത്തിരിക്കാനൊന്നും ആർക്കും വലിയ താല്പര്യമില്ല. കാരണം എന്താ, സ്വാഭാവിക മരണമല്ലേ, വലിയ പ്രതീക്ഷയോ ഒരു കാത്തിരിപ്പില്ല. ശാന്ത മരിച്ചു. എല്ലാവരും അത് മറക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരാൾക്ക് മാത്രം അത് മറക്കാൻ പറ്റുമോ? ആർക്ക്? ഭർത്താവായിട്ടുള്ള ജഗമോഹൻ. അയാളുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടുകയാണ്. അവരുടെ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് ആൾ വിതമ്പുകയാണ്. അങ്ങനെ വിതമ്പിക്കൊണ്ടിരിക്കുമ്പോൾ 2-ാം ദിവസം ഒരു വാർത്ത കേട്ട് ശാന്തമ്പാറ ഗ്രാമം ഞെട്ടുകയാണ്. ഈ ശാന്തയുടെ മരണം സ്വാഭാവിക മരണമല്ല, അസ്വാഭാവിക മരണമാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള കൊലപാതകം. ശാന്തയെ ആരോ ആ വീട്ടിനുള്ളിൽ വെച്ച് കഴുത്ത് ഞെരിച്ച് കൊന്നിരിക്കുകയാണ് എന്നുള്ള ആ വാർത്ത കേട്ട് സകലർ ഞെട്ടിക്കാണു അല്ലേ. ശാന്ത പാവപ്പെട്ടൊരു സ്ത്രീയാണ്. ഒരാളോട് പോലും മോശമായിട്ട് പെരുമാറുന്ന ആളല്ല. സ്വന്തം കാര്യം സിന്താബ എന്ന് പറഞ്ഞ് ഭർത്താവിനെ നോക്കി സന്തോഷത്തോടെ കഴിയുന്ന ആ സ്ത്രീ ആരാണ് ഈ വിധത്തിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്? പോലീസ് എത്തുമല്ലോ. പോലീസ് എത്തി. ആ വീട് മുഴുവൻ ഒന്ന് പരിശോധിക്കുകയാണ്. സ്വർണം പോയിട്ടില്ല, പണം പോയിട്ടില്ല, കള്ളന്മാരൊന്നും കയറിയിട്ടില്ല. അപ്പോൾ ഇതൊരു മോഷണ ശ്രമമല്ല, ഇതൊരു ഭയങ്കര കുഗ്രാമമാണ്. പുറത്തുനിന്ന് ആൾക്കാർ വരാൻ സാധ്യതയില്ല. പിന്നെ പരിശോധിക്കുന്നത് ആരായിരിക്കും ആ വീട്ടിൽ ആ ദിവസം വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ ബോഡി കണ്ട ഒരാളുടെ ആദ്യമേ പറഞ്ഞല്ലോ, ആ ഒരു ബന്ധു മാത്രമാണ് വന്നിരിക്കുന്നത്. അയാൾക്കൊരു 19 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. രാമകൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്. അയാളാണ് ഈ ബോഡി കണ്ടെത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, രാമകൃഷ്ണൻ ഇവരുടെ അടുത്ത ബന്ധുവാണ്. ബന്ധു എന്ന് പറഞ്ഞാൽ ഈ ശാന്തയുടെ ഭർത്താവിൻ്റെ പെങ്ങളുടെ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഈ ശാന്തയുടെ ഭർത്താവും ഈ രാമകൃഷ്ണൻ തമ്മിൽ അളിയനുമാണ്. ജഗമോഹൻ ഒരളിയൻ, ഈ രാമകൃഷ്ണൻ മറ്റൊരളിയൻ എന്ന് പറഞ്ഞാൽ അളിയനും അത്ര അടുത്ത ബന്ധമാണ്. അപ്പോൾ ഇനി ആരായിരിക്കും? ഇനി ഇയാളെ ചോദ്യം ചെയ്താലോ? ഈ രാമകൃഷ്ണൻ ചോദ്യം ചെയ്താൽ എന്തെങ്കിലും സൂചന കിട്ടുമോ? രാമകൃഷ്ണൻ മാറി ചോദ്യം ചെയ്തിട്ടും ഒരു തുമ്പും കിട്ടുന്നില്ല. കാരണം ആ ദിവസത്തെ ശവ അടക്കിലും ഈ സ്ത്രീയെ ആശുപത്രി കൊണ്ടുപോകുന്നതിലും എല്ലാം കൂടെ നിന്ന് ആരാണ്? ഈ രാമകൃഷ്ണനാണ്. അയാൾക്ക് ആരെ സംശയമില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത പോംവഴി എന്താ? സ്വാഭാവികമായിട്ട് പോലീസ് നോക്കുന്ന അടുത്ത പോംവഴി എന്താണെന്ന് വെച്ചാൽ മൊബൈൽ പരിശോധിക്കുന്ന ഒരു പണിയാണല്ലോ ഇപ്പോൾ ആദ്യം കാണുന്നത്. ശാന്തയ്ക്ക് വേറെ ആരുമായിട്ടെങ്കിലും അവിഹിത ബന്ധമുണ്ടോ? ഇനി അക്കൂട്ടത്തിൽ വല്ലതും ആയിരിക്കുമല്ലോ. ഇനി ഒരുപാട് കാട്ടുപ്രദേശം ആയതുകൊണ്ട് മുകളിൽ നിന്ന് വല്ല ആരെങ്കിലും വന്ന് ഈ സ്ത്രീയെ ഇങ്ങനെ കൊലപ്പെടുത്തി ആകാമെന്നുള്ള സംശയത്തിൽ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. ഒരു തെളിവ് കിട്ടുകയാണ്. 2-3 നമ്പറിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ കോള് വരുന്നുണ്ട്. ഒരു നമ്പർ ബ്ലോക്ക് ചെയ്തിട്ടുമുണ്ട്. ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ആ നമ്പറിൽ നിന്ന് എന്തെങ്കിലും ശല്യം ഉണ്ടായിരിക്കുമല്ലോ. പ്രത്യേകിച്ച് ആ സ്ത്രീ കുടുംബമായിട്ട് കഴിയുന്നതാണ്. ആ ബ്ലോക്ക് ചെയ്ത നമ്പർ പോലീസ് പരിശോധിച്ചപ്പോൾ വീണ്ടും ഞെട്ടുകയാണ്. അത് ആരുടെ ആയിരിക്കും? പറ, നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയാണ്. ആരാ? രാമകൃഷ്ണൻ ചേട്ടൻ്റെ നമ്പറാണത്. പിന്നെ മറ്റ് നമ്പറുകൾ പരിശോധിച്ചപ്പോൾ രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഈ വില്ലൻ, ഈ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള
ഇവരെ പ്രായം നോക്കണം, 36-50 വയസ്സിനും വ്യത്യാസമുണ്ട് ഇവർ തമ്മിൽ. ഇയാൾ പല നമ്പറിൽ നിന്ന് ഈ സ്ത്രീയെ പലപ്പോഴും വിളിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല വ്യക്തമായിട്ട് തെളിവ് കിട്ടുകയാണ്. ഈ ശാന്ത ഏറ്റവും കൂടുതൽ പേടിച്ചിരിക്കുന്നത് ഈ രാമകൃഷ്ണനെയാണ്. അത് ബന്ധുവായിട്ടുള്ള ആൾക്കാരോടൊക്കെ ഈ ശാന്ത പറഞ്ഞിട്ടുമുണ്ട്. ഈ ശാന്ത എന്തിനായിരിക്കും ഈ രാമകൃഷ്ണൻ ഇത്രത്തോളം പേടിച്ചിരിക്കുന്നത്? രാമകൃഷ്ണനെ പോലീസ് കയ്യോടെ പിടികൂടുകയാണ്. എല്ലാ തെളിവുകളും ശേഖരിച്ചല്ലോ, മൊബൈൽ ഹിസ്റ്ററി ഉണ്ട്, ഒരു ബന്ധുവിൻ്റെ മൊഴിയുണ്ട്. അത് മാത്രമല്ല ആ വീട്ടിൽ അന്നേ ദിവസം ആകെ വന്നിട്ടുള്ളത് ഈ രാമകൃഷ്ണൻ മാത്രമാണ്. ആ പിടിവലിയുടെ കാര്യങ്ങളും എല്ലാം കൂട്ടി ഇയാളോട് ചോദിച്ചപ്പോൾ ഇയാൾ കുറ്റം ഏൽക്കുകയാണ്, ഞാനാണ് ഈ ശാന്തയെ കൊന്നത്. ഇനി അറിയേണ്ടത് അടുത്ത ബന്ധുവാണ്. ഞാൻ പറഞ്ഞല്ലോ ഇവർ തമ്മിൽ അത്ര ബന്ധമാണ്, അളിയനുമാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള ഈ ബന്ധം നിൽക്കുമ്പോൾ എന്തിനായിരിക്കും ഈ രാമകൃഷ്ണൻ ഈ ശാന്തയെ കൊന്നത്? ആ കഥയിലേക്ക് വരാം. ഇവരുടെ വീടുമായിട്ട് നല്ല ബന്ധമുണ്ടെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. അളിയനും തമ്മിലാണ് ബന്ധമാണെന്ന് പറഞ്ഞല്ലോ. എപ്പോൾ വേണമെങ്കിലും പോകാം, എപ്പോൾ വേണമെങ്കിലും വരാൻ പോകാം, ആ ഒരു ബന്ധമാണ്. പക്ഷേ ഈ വീട്ടിൽ വരുമ്പോഴെല്ലാം ഈ രാമകൃഷ്ണൻ്റെ കണ്ണ്, അതായത് 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഈ മധ്യവയസ്ക വൃദ്ധൻ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ, ഇപ്പം 50 വയസ്സിന് മുകളിലുള്ളവരെല്ലാം വൃദ്ധന്മാരാണല്ലോ. അയാളുടെ കണ്ണ് 36 വയസ്സുള്ള ഈ ശാന്തയുടെ മുകളിലായിരുന്നു. ഇതൊരിക്കലും ശാന്തയുടെ ഭർത്താവായിട്ടുള്ള ജഗൻ അറിയുന്നതേ ഇല്ല. അയാൾക്ക് എപ്പോഴും അളിയനാണല്ലോ. പക്ഷേ ഈ രാമകൃഷ്ണന് കുടുംബമുണ്ട്, 2 വലിയ മക്കളുണ്ട്, ഭാര്യയുണ്ട്. അതൊന്നും ഇയാളെ അലട്ടുന്നതേ ഇല്ല. ഇയാൾക്ക് ഒരു എന്താ പറയുന്ന ഒരു പൈശാചികതയുടെ ഉള്ളിലേക്ക് വരികയാണ്. എങ്ങനെയെങ്കിലും ഈ ശാന്തയെ കീഴടക്കണം. അതിന് പറ്റിയൊരു ദിവസം അയാൾ പാർത്തിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇയാൾ പലപ്പോഴും തൻ്റെ ഇംഗിതം ഈ ശാന്തയോട് പറയുന്നുണ്ട്. പല നമ്പറിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ഒരു നമ്പർ ഇയാളുടെ സ്വന്തം മൊബൈലിലെ നമ്പർ ഈ സ്ത്രീ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് കിട്ടാത്തപ്പോൾ പല നമ്പറിൽ നിന്ന് വിളിക്കുന്നുണ്ട്. ശല്യം സഹിക്കാതെ വന്നപ്പോൾ ഈ ശാന്ത മറ്റൊരു സ്ത്രീയോട് ഇയാളുടെ ശല്യത്തെപ്പറ്റി പറയുന്നുണ്ട്. അങ്ങനെ ഇയാളുടെ ശല്യമായിട്ട് മാറി. പക്ഷേ നമ്മുടെ രാമകൃഷ്ണൻ പിന്മാറുന്നില്ല. തൻ്റെ ആഗ്രഹം നിറവേറ്റിയേ പറ്റും. ഒരു വൃദ്ധൻ്റെ ഒരു ആഗ്രഹം നോക്കിക്കൊണ്ട് വല്ലാത്ത കഷ്ടമല്ലേ, വലിയ പിള്ളേരൊക്കെ ഉള്ള ഒരാളുടെ ഒരു ദുർചിന്ത കണ്ടോ. എന്തായാലും അയാൾ ആ പറ്റിയ ദിവസം കാത്തിരിക്കുന്നു. അയാൾ അങ്ങനെ നേരെ ആ ശാന്തയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അയാൾക്ക് ഉറപ്പായിരുന്നു ജഗൻ എന്ന് പറയുന്ന തൻ്റെ അളിയൻ ആ വീട്ടിൽ കാണത്തില്ല. അയാൾ ഡ്രൈവിംഗ് ജോലിക്ക് വേണ്ടി പോയിരിക്കുവാണ്. ഇപ്പോൾ ആ വീട്ടിലുള്ളത് ആകപ്പാടെ ശാന്ത മാത്രമാണ്. ഇനി നിങ്ങൾ മനസ്സിൽ നമ്മുടെ ബാലങ്കേ നായരെ ഓർത്തണം കേട്ടോ. ഇനി ഫുള്ള് ഇതാണ് സർട്ടിഫിക്കറ്റ് കഥയാണ് പറയാൻ പോകുന്നത്. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്നു. ഇയാൾ വാതിക്ക് ഇരിക്കുവാണ്. ശാന്തയെ ഒരു കട്ടൻ കാപ്പി പോരട്ടെ എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ശാന്തയെ നമുക്ക് സീമയായിട്ട് ഉപയോഗിക്കാം അല്ലേ. അപ്പോൾ ഇവിടെ ആരുമില്ല, ചേട്ടൻ വരുമ്പോൾ വാന്നൊക്കെ പറഞ്ഞു കാണും. ഇയാളുടെ ഉദ്ദേശം അറിയാമല്ലോ. അതല്ല, ഇനി കട്ടൻ കാപ്പി കുടിച്ചേ പറ്റൂ എന്നുള്ള വാശിയിൽ നമ്മുടെ രാമകൃഷ്ണൻ വീണ്ടും പറയുന്നു. ഇയാളുടെ എങ്ങനെയെങ്കിലും ആ ശല്യം പോട്ടെന്ന് പറഞ്ഞ് നമ്മുടെ ശാന്ത ചേച്ചി അകത്ത് കട്ടൻ കാപ്പി ഇടാൻ വേണ്ടി പോവുകയാണ്. അറിയാമല്ലോ, നമ്മുടെ ബാലങ്കൻ നേരം എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പുറകെ തന്നെ പോകും. വെച്ചടിച്ച് പുറകിലോട്ട് പോയി. പിന്നെ നിങ്ങൾക്ക് ഊഹിക്കുക, അവിടെ പിടിവിൽ നടക്കുന്നു, ശാന്ത എതിർക്കുന്നു, ഇയാൾ വീണ്ടും പിടിക്കുന്നു, ശാന്ത എതിർക്കുന്നു. അവസാനം എന്തായാലും തൻ്റെ ഇംഗിതം, തൻ്റെ ഈ പ്രവൃത്തിയൊക്കെ സ്വാഭാവികമായിട്ട് ഭർത്താവിനോട് വിളിച്ച് പറയും. ആദ്യമേ തന്നെ ഇയാൾ വന്ന കാര്യം ഈ ശാന്ത ഭർത്താവിനോട് വിളിച്ച് പറഞ്ഞു. ഞാനത് പറയാൻ വിട്ടുപോയി. ഇയാൾ വന്ന കാര്യം ഈ ശാന്തയോട് എന്തിനാ പറഞ്ഞാൽ അറിയാമോ, ഇയാൾക്ക് ഒരു ആണി വേണം. എന്തൊരു കോഴിക്കോടിനോ എന്തോ തറയ്ക്കാൻ വേണ്ടി കുറച്ച് ആണി മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഈ ശാന്ത പറഞ്ഞു, ആണി ഭർത്താവ് വരുമ്പോൾ മേടിച്ചോളൂ, എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇയാൾ ആണി വേണമെന്നുള്ള ഒറ്റ വാശി നിൽക്കുവാണ്. ഈ കാര്യമൊക്കെ ഇടയ്ക്ക് ഈ ശാന്ത ഭർത്താവിനോട് പറയുന്നു. ഭർത്താവ് പറയുന്നുണ്ട്, ഞാൻ വന്നിട്ട് കൊടുക്കുക, അയാളെ പറഞ്ഞു വിടുന്നൊക്കെ ഈ ഭർത്താവ് പറയുന്നുണ്ടായിരിക്കാം. അങ്ങനെ എന്തായാലും ഇയാൾ ഇവിടെ നിന്ന് പോകുന്നില്ല, താൻ ഇവിടെ വന്നു എന്നുള്ള കാര്യം ശാന്ത അറിഞ്ഞിരിക്കുന്നു. ഇനി ഇവർ രക്ഷയൊന്നുമില്ല. അങ്ങനെ ഈ സ്ത്രീയെ ഇയാൾ കൊലപ്പെടുത്തുകയാണ്. എങ്ങനെ കൊലപ്പെടുത്തിയിരിക്കുന്ന അറിയാം, കഴുത്ത് മുറുക്കി തോർത്തുകൊണ്ട് കഴുത്ത് മുറുക്കി കൊന്നു. എന്നിട്ട് ആ ബോഡി ആ ഹാളിൽ ഉപേക്ഷിക്കുകയാണ്. ഒരാൾ നോക്കുമ്പോൾ എന്തോ ബോധമറ്റ് കിടക്കുകയാണ്, അല്ലെങ്കിൽ മരിച്ചു കിടക്കുകയാണെന്നേ തോന്നത്തുള്ളൂ. ആ വിധത്തിലാണ് ബോഡിയൊക്കെ അങ്ങനെ ശരിയാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ട് വാതയ്ക്ക് ആലോചിക്കണം ഇനി എന്ത് ചെയ്യണം എന്നൊക്കെ രാമകൃഷ്ണൻ ആ കുരുട്ട് ബുദ്ധി ആലോചിക്കുകയാണ്. ഇയാൾ ഉടനെ ഈ ശാന്തയുടെ ഭർത്താവായ ജഗനെ വിളിച്ചു പറയുന്നു, എത്രയും പെട്ടെന്ന് വരും, തൻ്റെ ഭാര്യ ഇവിടെ ബോധമറ്റ്, അളിയാന്നായിരിക്കും വിളിച്ചല്ലേ, അളിയ പെട്ടെന്ന് ഓടി വാ അളിയ, അളിയൻ്റെ ഭാര്യ ഇവിടെ തലവിറ്റി കിടക്കുന്നതൊക്കെ പറഞ്ഞു കാണും. അങ്ങനെ ജഗൻ ഭ്രാന്ത് പിടിച്ച് വന്നപ്പോൾ കാണുന്ന കാഴ്ച ഭാര്യ മരിച്ചു കിടക്കുന്നത്. ഇയാൾ പറഞ്ഞ കാരണം ഇയാൾ വിശ്വസിച്ച് കാണും, ആർക്കും ഒരു സംശയമില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ പ്രഷറിൻ്റെ ഷുഗറിൻ്റെ ഒക്കെ പ്രശ്നം അലട്ടുന്നതാണ് ഈ ശാന്തയ്ക്ക്. അങ്ങനെ രണ്ടുപേരും കൂടി നാട്ടുകാരുടെ സഹായത്തോടെ നേരെ ആശുപത്രി എത്തിക്കുവാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, കള്ളൻ്റെ ഒരു ബുദ്ധി എല്ലാത്തിനും കൂട്ടി നിൽക്കുവാണ്. ഈ ശാന്ത എന്ന് പറയുന്ന സ്ത്രീ എടുത്ത് ആശുപത്രി കൊണ്ടുപോകാനും അടക്കം ചെയ്യാനും എല്ലാവരെയും സമാധാനിപ്പിക്കാനും ജഗനെ തോള് തട്ടി പോട്ടളയാ ഇത്രയുള്ള അവരുടെ ജീവിതം എന്നൊക്കെ പറഞ്ഞ് തലോടാനും സ്നേഹിക്കാനും ലാളിക്കാനൊക്കെ അപ്പോഴും ഈ രാമകൃഷ്ണൻ കൂടെ നിൽക്കുവാണ്. ഒരാൾക്കും ഈ രാമകൃഷ്ണന് ഒരു സംശയം പോലും തോന്നിയില്ല. അതാണ് ഇയാളുടെ ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത്. എന്തായാലും അവിടെ ചെന്ന് ആശുപത്രിക്കാർ, അതായത് ഡോക്ടർ പറയുന്നു ഇത് കൊലപാതകമാണെന്ന് പറയുന്നു. പിന്നെ നേരെ ആ വീട്ടിലെ സാഹചര്യം നോക്കുന്നു. ആ വീട്ടിലാകെ എത്തിയതാരാണ്, രാമകൃഷ്ണൻ മാത്രമാണ്. അയാൾ കോൾ ഹിസ്റ്ററി പരിശോധിക്കുന്നു. അവസാനം എല്ലാം തട്ടിയെടുത്ത് കുപ്പിയിലാക്കി. ഒന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് ഇയാൾ പറയുന്ന ഒരു ഏറ്റവും വലിയൊരു മണ്ടത്തരമുണ്ട്. പോലീസ് പോലും ഒരു പക്ഷേ തിരിച്ചു ചോദിക്കുകയാണ്, ഭർത്താവിനെ രക്ഷിക്കാൻ വേണ്ടി ഈ സ്ത്രീക്ക് ഒരുപാട് വഴിവിട്ട ബന്ധമുണ്ട്, അതുകൊണ്ട് തൻ്റെ അളിയനെ രക്ഷിക്കാൻ വേണ്ടി താൻ ചെയ്ത ഒരു കടും കൈയാണ് സാറേ, ആ പാവപ്പെട്ട അളിയൻ എൻ്റെ അളിയനെ രക്ഷിക്കാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പോലീസ് പോലും തല അറിഞ്ഞ് ചിരിച്ചാണ്. പോലീസ് ചോദിച്ചാൽ നിൻ്റെ ഭാര്യയാണോ,
അല്ല, പിന്നെ നീ എന്തിനീ കടുങ്കൈ ചെയ്യുന്നു പറഞ്ഞപ്പോൾ അവനങ്ങനെ പറഞ്ഞു. എന്തായാലും ഒന്നേ ഉള്ളൂ എനിക്ക് പറയാം, കുടിക്കുന്ന വെള്ളത്തെ പോലും നമ്മൾ സംശയിച്ചേ പറ്റും. ആ വെള്ളം കുടിക്കുമ്പോൾ പോലും ഇതിനകത്ത് വല്ല മായം ഉണ്ടോ മാക്രയോ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം കുടിക്കാൻ വേണ്ടി. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, സ്വന്തം അപ്പനെ പോലും അമ്മയെ പോലും സഹോദരങ്ങളെ പോലും നാട്ടുകാരെ പോലും ഒരാളെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലത്തിലൂടെയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ബന്ധങ്ങളെയൊക്കെ നമ്മളിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഒന്ന് സൂക്ഷിച്ചോണം, ഉപദ്രവകാരിയാണോ അല്ലയോ. ഇതൊരു ചിന്തയാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.